കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു എന്നതാണ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. എല്ലാ കേസുകളിലും സിബിഐ അന്വേഷണം പ്രായോഗികമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, കുടുംബത്തെ സംബന്ധിച്ചത് തിരിച്ചടിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഈ അന്വേഷണ ആവശ്യം തള്ളി, അതിനുശേഷം സുപ്രീംകോടതിയിലേക്ക് അവർ പോകുമ്പോൾ കൂടുതൽ വാദങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു. അനുജ, വളരെ ഹ്രസ്വമായ ഒരു വാദം മാത്രമാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഹർജി നവീൻ ബാബുവിന്റെ ഭാര്യ ാണ് ഈ മരണം സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സിബിഐ അന്വേഷണം വേണം എന്ന ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. സിബിഐ അന്വേഷണം നിലവിൽ എല്ലാ കേസുകളിലും സിബിഐ അന്വേഷണം പ്രായോഗികമല്ല എന്നാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മറിച്ച് നിലവിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണയിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. തുടർന്നാണ് ഈ ഹർജി സുപ്രീം കോടതി തള്ളിയത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നൊരു കാര്യം സുപ്രീം കോടതി അറിയിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന്മേലേക്കൊന്നും കൂടുതൽ കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നാണോ? അനുജ, കൂടുതൽ വാദങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചത്. അവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സുനിൽ ഫെർണാണ്ടസ് ആയിരുന്നു സുപ്രീം കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്തത്. തുടർന്ന് പ്രധാനമായും നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത്. നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നായിരുന്നു ഹർജിയിലെ മറ്റൊരു ആവശ്യം എന്നുള്ളത്. എന്നാൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിഷയത്തിലാണ് സുപ്രീം കോടതി പ്രധാനമായും എല്ലാ കേസുകളിലും സമാനമായ രീതിയിൽ സിബിഐ അന്വേഷണം ആവശ്യം ഉയരുന്നുണ്ട്. അത് പ്രായോഗികമല്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ സംസ്ഥാനത്ത് നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി സുപ്രീം കോടതി തള്ളിയത്. കൂടുതൽ വാദങ്ങളിലേക്ക് ഈ വിഷയത്തിൽ കടന്നില്ല. അല്പസമയം മാത്രമാണ് ഈ ഹർജിയിൽ വാദം ഉണ്ടായത്. നേരത്തെ ഹൈക്കോടതി ഈ സമാന ഹർജി തള്ളിയതിനെ തുടർന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതിയും ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണം എന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ അഭിഭാഷകന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ബൽറാം, ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്ത നിലപാടിൽ? അനുജ, ഈ അഭിഭാഷകന്റെ പ്രതികരണം ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ ആവശ്യം എന്നുള്ളത് സിബിഐ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത് അംഗീകരിച്ചിട്ടില്ല. ഈ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ സംസ്ഥാനത്തെ പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം വേണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഹർജി. എന്നാൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതിയും ഈ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയിലേക്ക് പോയത്. എന്നാൽ സുപ്രീം കോടതിയും കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ്. എല്ലാ കേസുകളിലും സിബിഐ അന്വേഷണം പ്രായോഗികമല്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയത്. കൂടുതൽ വാദങ്ങളിലേക്ക് കോടതി കടക്കാൻ തയ്യാറായില്ല എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.